കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് മഴക്കാലം തുടങ്ങിയപ്പോൾ കൊതുവിൻ്റെ ശല്യം വളരെയധികം കൂടിയിരിക്കുന്നു. പാമ്പിൻ്റെ ശല്യം ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ലിക്വിഡ് നമ്മളിന്ന് വീട്ടിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ നമ്മളത് ഈ ചെടിയൊക്കെ വെച്ചതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ട്രേ വെക്കുമല്ലോ, അതിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ കൊതു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് അതിലത്തെ കളയണം. അല്ലെങ്കിൽ ഇതിൽ കൊതു മുട്ടയിട്ടിട്ടാണ് നിറയെ കൊതുകൾ ഉണ്ടാവണത്. അപ്പോൾ നമ്മൾ ഈ ചെടികളുടെ അടിയിലൊക്കെ ഈ ചെടിച്ചട്ടിയുടെ ഈ അരുത്തൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതു വരില്ല കേട്ടോ. നമുക്ക് ഈ സന്ധ്യ സമയങ്ങളിലൊക്കെ ആകുമ്പോൾ ഈ കൊതു എവിടെ നിന്നാണ് വരുന്നത് അറിയാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ ഉള്ള ട്രേയൊക്കെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നിങ്ങളത് കളയാൻ എന്തായാലും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മണ്ണെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മണ്ണെണ്ണ എല്ലായിടത്തും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണെണ്ണയാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ പെപ്സിയുടെ സോഡയുടെയൊക്കെ കുപ്പിയാണ്. പിന്നെ ഇതേപോലത്തെ ഒരു സ്പ്രേ അടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഇത് അത്ര പൈസയൊന്നുമില്ല, 10 രൂപയൊക്കെ ഉള്ളൂ ഇതുപോലത്തെ ബോട്ടിൽ. പിന്നെ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുമല്ലോ, നമ്മൾ സോഡയും മിറിൻ്റെ അതൊക്കെ മേടിക്കുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിക്കായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് കുറച്ച് മണ്ണെണ്ണയാണ് കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് മണ്ണെണ്ണ, ഒരു 1/4 പാത്രം മണ്ണെണ്ണ, അതായത് 1/4 കപ്പ് മണ്ണെണ്ണ ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളവും മണ്ണെണ്ണയും ഇങ്ങനെ മിക്സ് ആവില്ലല്ലോ, ഇങ്ങനെ പൊന്തി നിൽക്കല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ട ഇതേപോലെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഞാനൊരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ലിക്വിഡ് നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ലിക്വിഡും കൂടി ഒഴിക്കുമ്പോൾ ഇതിൽ മണ്ണെണ്ണയും നമ്മുടെ വെള്ളം കൂടിയിട്ട് കറക്റ്റായിട്ടൊന്ന് മിക്സ് ആവും കേട്ടോ. അല്ലെങ്കിൽ അത് രണ്ടും ഇങ്ങനെ പൊന്തിയിട്ടല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പ്രേ ബോട്ടിൽ നന്നായിട്ടൊന്ന് നമുക്ക് ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നന്നായി അടച്ചു കൊടുത്തതിന് ശേഷം നന്നായി തന്നെ കുപ്പി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കേട്ടോ, നന്നായി ഷെയ്ക്ക് ചെയ്യുക. ഇത് നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ ഉറുമ്പുകളും കൊതുകുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സന്ധ്യ സമയത്ത് നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകുകളൊന്നും വരില്ല കേട്ടോ. കൊതുകുകളൊക്കെ വരുന്നത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇതൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതു വരില്ല. പിന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളിടത്ത് ഇതൊഴിച്ചു കൊടുത്താൽ മതി. അകങ്ങളിലും ഒന്നും ഒഴിക്കേണ്ട കേട്ടോ, കാരണം ഇത് മണ്ണെണ്ണയും സോപ്പിൻ്റെ ഇതുകൂടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അകത്തൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുറ്റത്തെ കണ്ട ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ നമ്മളിപ്പോൾ ഈ മഴക്കാലമായ സമയത്ത് വെള്ളം കെട്ടി കിടക്കുന്നത് അറിയില്ല. അപ്പോൾ ചെടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ട്രേയുടെ സൈഡിലാക്കിയിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കൊതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോളും. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വീടിൻ്റെ ചുറ്റും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്തുക്കളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് അടിപൊളി ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.